നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണിക്ക് ആഹ്ലാദിക്കാനുള്ള ഒരു നിമിഷം കൂടി വന്നിരിക്കുകയാണ്. 13 നിയമസഭാ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 11 വിജയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിരിക്കുന്നു. BJPക്ക് വിജയിക്കാനായത് ഒരേ ഒരു സീറ്റ്, മറ്റൊരു സീറ്റിൽ ജയിച്ചത് സ്വതന്ത്രനുമാണ്. 7 സംസ്ഥാനങ്ങളിലായാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്ന് മത്സരിച്ചവരൊക്കെ തോറ്റു എന്നുള്ളതാണ്. മധ്യപ്രദേശിൽ വരെ ഇത്തരത്തിലുള്ള തോൽവി BJPയുടെ സിറ്റിംഗ് MLAമാർക്ക് അനുഭവിക്കേണ്ടി വന്നു. അജിംസ്, ഇതൊരു തുടർച്ചയാണോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടിയേറ്റു, അവർക്ക് ഭരണം ലഭിച്ചെങ്കിൽ തന്നെയും. പക്ഷേ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്നത് ബംഗാളിലാണ്. ബംഗാളിൽ BJP 58% വോട്ടോടുകൂടി ജയിച്ച ഒരു മണ്ഡലത്തിലാണ് ആ മണ്ഡലം TMC തിരിച്ചു പിടിച്ചിട്ടുള്ളത്. അത് ചെറിയ കാര്യമല്ല, കാരണം അത്ര 25%-ലധികം വോട്ട് വർധനയോടെയാണ് ബംഗാളിലെ ഇപ്പോൾ റായ്ഗഞ്ച് പോലുള്ള മണ്ഡലങ്ങളിൽ ആ മണ്ഡലം തിരിച്ചു പിടിച്ചിട്ടുള്ളത്. പിന്നെ തന്നെ 3 BJP സീറ്റും തൃണമൂൽ പിടിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ 3 സീറ്റുകളിൽ ഒന്നിൽ BJP ജയിച്ചു. ആ BJP ജയിച്ച സീറ്റിൽ എന്ന് വെച്ചാൽ അത് ഒരു കോൺഗ്രസ്സുകാരൻ BJPയിലേക്ക് മാറി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച മണ്ഡലമാണ്. അത് അവർ നിലനിർത്തിയിട്ടുണ്ട്. അതാണ് BJPയുടെ ആശ്വാസം. പിന്നെ മധ്യപ്രദേശിലും നിലനിർത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിലും കോൺഗ്രസ് ജയിച്ചത്. കോൺഗ്രസ് ജയിച്ചോ? ഞാൻ നോക്കുമ്പോൾ അവിടെ ലീഡിങ് BJP കോൺഗ്രസ് ജയിച്ചത്. ഏറ്റവും അവസാനം വെച്ച് കോൺഗ്രസ് ജയിച്ചു. ഓക്കെ, ചിന്തുവാഡയാണ്. ചിന്തുവാഡ അറിയാലോ. ചിന്തുവാഡ എന്ന് പറഞ്ഞ മണ്ഡലം കമൽനാഥ് മത്സരിച്ച ലോക്സഭ അവിടെ പെട്ടൊരു മണ്ഡലമാണ് അത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു അട്ടിമറിയാണ്. അത് വലിയൊരു അട്ടിമറിയാണ്. മധ്യപ്രദേശിലെ ഒരു സീറ്റ് ഇപ്പോൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അട്ടിമറി തന്നെയാണ്. അപ്പോൾ പൊതുവെ അതിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അനുരണനങ്ങൾ പലയിടങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് സവിശേഷമായി ഒരു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് സവിശേഷമായ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. രസകരമായ മറ്റൊരു കാര്യം, പഞ്ചാബിലെ ജലന്ധറിൽ കോൺഗ്രസ് മത്സരിച്ചു. കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി അവിടെ 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്, BJP സ്ഥാനാർത്ഥി തോൽപ്പിച്ച്. അതിലും ആവേശകരമായൊരു മത്സരം നടന്നത് ഹരിദ്വാറിലെ മാഗ്ലോർ എന്ന് പറയുന്നൊരു മണ്ഡലമുണ്ട്. അത് ഹരിദ്വാർ ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ BSPയുടെ ഒരു സിറ്റിംഗ് സീറ്റാണത്. BSPയുടെ ആ സിറ്റിംഗ് സീറ്റിൽ സിറ്റിംഗ് സീറ്റ് ഇന്ന് BSPയിൽ നിന്ന് അത് കോൺഗ്രസ് പിടിച്ചെടുത്തു. BSP അവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയി, BJPയാണ് 2-ാം സ്ഥാനത്ത്. ചെറിയ വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്, 530 വോട്ടാണ്. കാരണം ഒരു ത്രികോണ മത്സരമാണ് അവിടെ നടന്നത്. എങ്കിൽ പോലും BSP നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ശക്തമായ പോരാട്ടമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പൊതുവെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തു എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് സവിശേഷമായി ആത്മവിശ്വാസം നൽകുന്നൊരു കാര്യമാണ്. അത് NDA സംബന്ധിച്ച് കുറേ കൂടി ആശങ്കയുണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ നോക്കുക, അവിടെ ബീഹാറിലൊരു സീറ്റുണ്ടായിരുന്നു. ബീഹാറിലൊരു സീറ്റിൽ JDUവിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. JDU ഉണ്ടായിരുന്നു, അതുപോലെ RJD ഉണ്ടായിരുന്നു. അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അപ്പോൾ JDUവിനും അത് ആശങ്കയുണ്ടാക്കുന്നതാണ്. ബീഹാറിൽ NDAയെ സംബന്ധിച്ചും JDUവിനെ സംബന്ധിച്ചും ആശങ്കയുണ്ടാക്കുന്നതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളത്. അപ്പോൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നൊരു ഒന്നാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുടനെ നടക്കുന്നൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇനിയും ഉപതെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള പല സീറ്റുകളിലും ഉപതെരഞ്ഞെടുപ്പ് ഇനിയും വരാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവർക്ക് പാർലമെൻറ്റിലും മൊത്തത്തിലൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ അതിപ്പോൾ ഞാൻ അവസാനം നോക്കിയപ്പോൾ കണ്ടത്, മധ്യപ്രദേശിൽ BJPയിൽ ചേർന്ന കോൺഗ്രസ് MLA കോൺഗ്രസിനോട് തോറ്റു. ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥിൽ BJPയിൽ ചേർന്ന കോൺഗ്രസ് MLA കോൺഗ്രസിനോട് തോറ്റു. മധ്യപ്രദേശിൽ പഞ്ചാബിലാണ് ജലന്ധറിൽ ആപ്പിൽ നിന്ന് BJPയിലേക്ക് പോയ ആൾ അവിടെ തോറ്റു, ആപ്പിനോട് തോറ്റു. ഹിമാചൽ BJP ടിക്കറ്റ് മത്സരിച്ച സ്വതന്ത്ര MLAമാർ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന സ്വതന്ത്ര MLAമാർ രാജ്യസഭാ സീറ്റിൽ BJP പിന്തുണച്ച സ്വതന്ത്ര MLAമാർ ഇത്തവണ മത്സരിച്ച് BJPക്ക് വേണ്ടി മത്സരിച്ചു. പക്ഷേ അവർ തോറ്റു. ആരോട് തോറ്റു? കോൺഗ്രസിനോട് തോറ്റു. അങ്ങനെ എല്ലായിടത്തും ഈ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ? എന്ന് വെച്ചാലേ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നമ്മൾ വിചാരിച്ചതിനേക്കാളും സാധാരണ നിലയ്ക്ക് പ്രവചിക്കപ്പെട്ടതിനേക്കാളും വലിയ നേട്ടം ഉണ്ടാക്കിയല്ലോ. BJP ആവട്ടെ വിചാരിച്ചതിനേക്കാളും സീറ്റ് കുറഞ്ഞ് ഒരു മുന്നണി ഭരണത്തിലാണുള്ളത്. അപ്പോൾ ആളുകൾക്കിടയിൽ ഭയങ്കരമായി ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. എന്നാൽ BJPയെ തോൽപ്പിക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസിലേക്ക് ആളുകൾ പൊതുവെ എത്തിയിരുന്നില്ല. BJP തന്നെ ജയിക്കുമായിരിക്കും, മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരും, ഈ വർഗീയതയും അല്ലെങ്കിൽ ഈ മതപ്രീണനമൊക്കെ തന്നെയായിരിക്കും വിഷയം എന്ന് ധരിച്ച ആളുകൾ, തോൽക്കാൻ സമയമായിട്ടില്ല അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ച ആളുകളുടെ ഒരു ഔദാര്യത്തിലാണ് എനിക്ക് തോന്നുന്നു 240 അവരെത്തിയിട്ടുണ്ടാവുക. 240 BJP ചുരുങ്ങിയപ്പോഴാണ് BJPയെ വീഴ്ത്താൻ കഴിയും, BJP ഒരു അചഞ്ചലമായ അജയ്യമായ ശക്തിയല്ല എന്നുള്ള കോൺഫിഡൻസ് ജനങ്ങൾക്ക് വന്നു തുടങ്ങിയത്. അതിൻ്റെ തുടർച്ചയാണ് ഈ കാണുന്നതെന്ന് സ്വാഭാവികമായിട്ടും വിചാരിക്കണം. അപ്പോൾ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
മാധ്യമങ്ങളുടെ ആകെ പ്രീ പോൾ സർവേകൾ, അഭിപ്രായ സർവേകൾ, മാധ്യമങ്ങളാകെ പാടെ ഉണ്ടാക്കിയ ഒരു ആരവം, BJP തന്നെ എപ്പോഴും കാണിച്ച ഓവർ കോൺഫിഡൻസ്, 400 പാർ എന്ന് പറയുന്ന നിരന്തരമായിട്ടുള്ള അവരുടെ പ്രചരണം, ഇത് കണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചത് ശരിയാണ്, സാധനങ്ങൾക്ക് വില കൂടുതലാണ്, ശരിയാണ്, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല, പക്ഷേ മോദി തോക്കുമോ എന്ന കോൺഫിഡൻസ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ 100 സീറ്റുമായി കോൺഗ്രസ് വരുന്നു, പ്രതിപക്ഷ സഖ്യം ഒരു ആരോഗ്യകരമായ അക്കത്തിലേക്ക് വരുന്നു. അപ്പോൾ ആളുകൾക്ക് കോൺഫിഡൻസ് കൂടി. ഞാൻ പറഞ്ഞത് അന്ന് നടന്ന തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ BJP ഇതിനേക്കാളും വലിയ ആഘാതം അനുഭവിക്കുമായിരുന്നു. അപ്പോൾ ആളുകളുടെ ഉള്ളിലുള്ള വികാരം എന്താണോ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്ന ഒന്നാമത്തെ കാര്യം. 2, പാർലമെൻറ്റ് ആദ്യ സെഷൻ എടുത്താൽ തന്നെയും പ്രതിപക്ഷം പ്രതീക്ഷാനിർഭരമായിട്ട് പ്രവർത്തിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയല്ല, മറിച്ച് ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും പ്രതിപക്ഷ നേതാവ് എന്ന പ്രിവിലേജിലും പദവിയിലും ഇരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ഉച്ചത്തിലും സ്പെസിഫിക്കായും സംസാരിക്കുന്നത് ആളുകൾ കേൾക്കുന്നു. മണിപ്പൂർ പോലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകാതിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയി സന്ദർശനം നടത്തുന്നു. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഹോപ്പ്ഫുള്ളാണ് എന്നത് കാണാം. ഈ സർക്കാർ അധികാരമേറ്റ് ആദ്യം തന്നെ സംഭവിക്കുന്നത് എന്താണ്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ്. നീറ്റ് പരീക്ഷ മാത്രമല്ല, വിവിധ പരീക്ഷകൾ മാറ്റിവെക്കുകയോ അതിൽ ചോദ്യപേപ്പർ ചോർച്ച വരികയോ ക്രമക്കേട് ആരോപണമൊക്കെ ഉയർന്നു വരുന്നു. മധ്യവർഗത്തെ സംബന്ധിച്ച് വലിയ തോതിൽ സർക്കാരിനോട് അവമതിപ്പുണ്ടാകുന്ന ഒന്നാണ്. ഗവൺമെൻറ് ആവട്ടെ അതിനകത്ത് പ്രോപ്പറായി പ്രതികരിക്കുകയോ ആക്റ്റീവ് ചെയ്യുന്നില്ല. മണിപ്പൂർ വിഷയത്തിൽ ഇപ്പോഴും സംസാരിക്കുന്നില്ല. ആദ്യത്തെ പാർലമെൻറ്റ് സെഷനിൽ പ്രതിപക്ഷം കൂടുതൽ ഉയർന്നു വരുന്നതിൻ്റെ അവരുടെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഏതൊരു തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഒരു എഡ്ജ് കിട്ടേണ്ടതാണ്. അതാണ് ഇപ്പോൾ അവിടെ ദൃശ്യമാകുന്നതെന്ന് വിചാരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വീണ്ടും ശരിക്കും സർക്കാരിനായിട്ടുള്ളൊരു വികാരമുണ്ട്. കാരണം ഉത്തർപ്രദേശിൽ നോക്കൂ, ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റ് സർക്കാർ പ്രതീക്ഷിച്ച, രാമക്ഷേത്രം നിർമ്മിച്ച, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാവേണ്ടതെന്ന് വിചാരിച്ച, മോദി തന്നെയും ഫൈസാബാദിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച, അതായിരുന്നു അവരുടെ പ്രോജക്റ്റ് പ്ലാൻ ആയിരുന്നല്ലോ. അവിടെ തോറ്റുപോവുക, അവിടെ പ്രതിപക്ഷ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കാന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? രാജ്യത്താകമാനം നമ്മളെപ്പോഴും പറയുമല്ലോ, ഉത്തർപ്രദേശിൽ ആരാണോ അതിൻ്റെ ഗേറ്റ് തുറക്കുന്നത് അവരാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നത്. ഉത്തർപ്രദേശിൽ നഷ്ടപ്പെടുക, ജനവിശ്വാസം നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ രാജ്യത്തെല്ലായിടത്തും ആ വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ പ്രശ്നമുള്ളപ്പോൾ തന്നെ മോദി കുറച്ചുകൂടി അജയ്യനാണോ എന്നുള്ള ആശയക്കുഴപ്പവും ജനങ്ങൾക്കുണ്ടായിരുന്നു. ആശയക്കുഴപ്പം ഉത്തർപ്രദേശിൽ നിന്ന് മാറി തുടങ്ങിയതോടെ ജനങ്ങൾക്ക് കുറച്ചൊരു ക്ലാരിറ്റി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ BJP അതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് തോന്നുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി പ്രധാനമായും പറഞ്ഞത് ഭരണഘടനയെ തകർക്കാൻ BJP ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിൽ ആ പ്രചാരണം ഗുണം ചെയ്തു എന്നുള്ള സൂചനയാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്.